എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അഞ്ച് തെങ്ങ് കോട്ട എന്നറിയപ്പെടുന്ന കോട്ടയ്ക്ക് സമീപത്തുള്ള ലൈറ്റ് ഹൗസിൻ്റെ അടുത്താണ്. ഇതാണ് അഞ്ച് തെങ്ങ് കോട്ട. അഞ്ച് തെങ്ങ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അഞ്ച് തെങ്ങ് കോട്ട എന്നറിയപ്പെടുന്നതെന്ന് അവിടെയുള്ള നാട്ടുകാർ പറയുന്നു. അറിയില്ല, എന്തു തന്നെയായാലും 1695 ഈ കോട്ട നിർമ്മിക്കുന്നത്. അതും ആറ്റിങ്ങൽ മഹാറാണിയുടെ അനുവാദത്തോടുകൂടി കൽപ്പിച്ച് കിട്ടുന്ന പ്രദേശത്ത്. ഇത് ഈസ്റ്റ് ഇന്ത്യ അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പറയുന്ന കോട്ട നിർമ്മിച്ചത് അവരുടെ വ്യാപാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത് കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോട്ടയാണ്. അപ്പോൾ അവർക്ക് കപ്പലുകളിലേക്ക് സാധനങ്ങൾ, വ്യാപാരത്തിനുള്ള സാധനങ്ങൾ കയറ്റുന്നതിനും ഇറക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമായിട്ട് ഉള്ള ഒരു സ്റ്റോറേജും കൂടിയായിരുന്നു ഈ ഒരു അഞ്ച് തെങ്ങ് കോട്ട. ഈ കോട്ടയിലാണ് ഹൈദരാലിയും ടിപ്പുമായിട്ടുണ്ടായിരുന്ന യുദ്ധത്തിൻ്റെ സമയത്ത് അവരുടെ ആയുധപ്പുര, അതെല്ലാം ആയുധങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ ഇതൊരു സ്റ്റോറേജ് കൂടാതെ ഒരു വ്യവസായ കേന്ദ്രം കൂടെയായിരുന്നു. മാത്രമല്ല ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള കോടതിയും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ആ കോടതി എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഗ്രാമവാസികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരുടെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ടുള്ള ഒരു കോടതിയാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു 7 സ്തൂപങ്ങൾ കാണാൻ കഴിയും. ആ 7 സ്തൂപങ്ങൾ എന്ന് അന്ന് അറിയപ്പെട്ടിരുന്നത് പണിഷ്മെൻറ്റ് സെൽസ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് പില്ലേഴ്സ് എന്നായിരുന്നു. ഈ പണിഷ്മെൻറ്റ് പില്ലേഴ്സ് ഒരാൾക്ക് വട്ടം എത്തി പിടിക്കാൻ പറ്റാത്തത്ര വീതിയുള്ളതാണ്. ഇനി നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അഞ്ച് തെങ്ങിലെ കമാൻഡറായിട്ടുള്ള ജോൺ ബോബിൻ്റെ പത്നി ഡീബോഗ് എന്ന് പറയുന്ന ഒരു ശവകുടീരമാണ്. ഇതിൽ കൊത്തിവച്ചിരിക്കുന്നത് ജനനത്തീയതി 1678 നവംബർ എന്നും മരണദിവസം 1704 എന്നുമാണ്. അതായത് വളരെ കുറച്ച് വർഷമേ അവർ ജീവിച്ചിരുന്നുള്ളൂ. അതാണ് കാണുന്നത്. ഈ കാണുന്ന 7 പില്ലറുകൾ കാണുമ്പോൾ, പണിഷ്മെൻറ്റ് പില്ലേഴ്സ് കാണുമ്പോൾ എത്ര പേരെ ഇതിൽ കെട്ടിയിട്ട് ചാട്ടവാറിന് അടിച്ചിട്ടുണ്ടാവും, എത്ര പേരെ ഇതിൽ കെട്ടിയിട്ട് സൂര്യതാപം കൊണ്ട് വെള്ളം കൊടുക്കാതെ നരയിപ്പിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം അന്നത്തെ കാലത്തെ ശിക്ഷാവിധികളായിരുന്നു. അതെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഏതെല്ലാം രീതിയിലാണ് ശിക്ഷകൾ നടക്കുക. ഈ കാണുന്നത് ഒരു തുരങ്കമാണ്. ആ തുരങ്കം കടലിലേക്ക് പോകുന്നതാണ്. അതാണ് കടലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോ അതോ സാധനങ്ങൾ കടത്തുന്നതിനോ ഉപയോഗിച്ചിരുന്നത്. കോട്ടയാണ് 1721 കലാപത്തിൽ നശിപ്പിച്ചതും അവിടെയുള്ള എല്ലാവരെയും കൊലപാതകം ചെയ്യുകയും ചെയ്തത്. നമ്മൾ നടക്കുകയാണ്. അയ്യോ, എൻ്റെ മുകളിൽ വലിഞ്ഞ് കയറി കഴിഞ്ഞപ്പോൾ കടൽ കാണാം. കണ്ടോ? ഇന്ന് ഏകദേശം 1/2 കിലോമീറ്ററേ ഉള്ളൂ കടലിലേക്ക്. ഇതാണ് 1704 ബ്രിട്ടീഷുകാർ പണിത അഞ്ച് തെങ്ങ് കോട്ട. ഇത് വളരെ ഭംഗിയായിട്ട് ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്കിത് കാണാം.